ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്തി ലണ്ടനിൽ നിന്ന്. പക്ഷേ വന്നപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബാക്കിലായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ വെക്കാനായിട്ട് അങ്ങനെ കുറച്ച് അബിയു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെക്കാനായിട്ട് ഇന്നലെ കുഴിച്ചായിരുന്നു. എനിക്ക് പറ്റത്തില്ല, ഭയങ്കര ചൂട്, ഭയങ്കര ഭയങ്കര എന്തോ ഒരു ബ്രീത്തിങ് പ്രോബ്ലം പോലെ നമ്മളെ കിളച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കിളച്ച് വെച്ചിട്ട് വീട്ടിൽ കയറി വീണ്ടും രണ്ടാമത് കിളക്കുകയാണ്. രണ്ടാമത് നല്ല അത്യാവശ്യം വലിയ പ്ലാന്റാണേ. അപ്പോൾ എന്നെക്കാളും നല്ല ഹൈറ്റുള്ള പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ അത്രയും ചെവിടുണ്ട്. അപ്പോൾ അത് കുഴിച്ച് വെക്കണമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ വീണ്ടും കുഴിക്കുകയാണ്. അമ്മയാണ് വീഡിയോഗ്രാഫർ. അമ്മതേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ച് വെച്ചിട്ട് പോയ റംബൂട്ടാൻ അതൊക്കെ ഇപ്പം അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുഴി. അമ്മ ക്ലോസ് കാണിക്കുന്നത്. പിന്നെ കഷ്ടപ്പാടാണ് ഗൈസ്, എന്ത് ചെയ്യാനാണ്, നമുക്ക് വേണ്ടുന്നതല്ലേ. അപ്പോൾ അത് കാരണം ഒരു ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2-3 വർഷമായ ഒരു ഓറഞ്ചിൻ്റെ തൈയാണേ. കുരു നട്ട് കിളിപ്പിച്ച മുള്ളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അത് ഏകദേശം അത്യാവശ്യം വലുതായിട്ടുണ്ട്. പിന്നെ അതുപോലെ അവക്കാഡോ ഉണ്ട്. കുറേ നമ്മുടെ ചെടികൾ നട്ടു വെച്ചിട്ട്, മീൻസ് പഴച്ചെടികൾ നട്ടു വെച്ചിട്ട് പോയതാണ്. അപ്പം ഇത് ചീര കുറച്ച് മേടിച്ചായിരുന്നേ, ചീരയുടെ അരി. അപ്പോൾ ചുമപ്പ് കളറില്ലേ, അപ്പോൾ അത് നടാൻ വേണ്ടിയാണ് ഇതും സെറ്റാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഴികളൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അത് കാരണമാണ് അടുത്ത് വെച്ചിട്ട് പോയത്. അങ്ങനെ കുഴികളൊക്കെ ഏകദേശം ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ഭയങ്കര വെയിൽ കാരണം. അപ്പോൾ അത് കാരണം പക്ഷെ ഭയങ്കര നല്ല സുഖമുള്ള മണ്ണാട്ടോ, പെട്ടെന്ന് ഇളകി വരും മണ്ണ്. പിന്നെ പൊടിയായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് അതൊക്കെ നല്ലപോലെ ഇളകി വരുന്ന ഒരു സൈസ് മണ്ണാണ്. അപ്പോൾ അത് കാരണം അത്യാവശ്യം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഴികളൊക്കെ ഏകദേശം റെഡിയായി. ഒരു 3 അടി താഴ്ചയും 3 അടി വീതിയും അങ്ങനത്തെ കുഴികളാണ് വേണ്ടെന്നാണ് പറഞ്ഞത്. ഈ പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവന്നപ്പം അവർ പറഞ്ഞത് അതിനകത്ത് കുറേ വളങ്ങളൊക്കെ അത് നാളെയായിട്ടാണ് നമ്മൾ നടുന്നത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കുഴികളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പഴയ റംബൂട്ടാൻ, കഴിഞ്ഞ വർഷം കുഴി നട്ടിട്ട് പോയ റംബൂട്ടാനാണ്. ഇത് ഉമ്മ തന്നെ വെച്ചതാണ്. അത് നമ്മുടെ വിയറ്റ്നാം മേർലി ആ ഒരു പ്ലാവാണത്, വരിക്ക. ഇത് രണ്ടാമത്തെ കുഴി 5 കുഴി കുഴിക്കണം. അങ്ങനെ 2 കുഴി കുഴിച്ചു. മൂന്നാമത്തെ കുഴി 4, 5 കുഴികളാണ് കുഴിക്കേണ്ടത്. ഇത് ലാസ്റ്റ് കുഴി എന്ന് പറയുന്നത് നമ്മുടെ ജാതി മരം നടാനായിട്ടാണ് ലാസ്റ്റ് കുഴി, ഈ കുഴി കുഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റ്സുകൾ. ഇതാണ് നമ്മുടെ അബിയു എന്ന് പറയും. ഇത് എക്സ്പോർട്ടിങ് നല്ല ഫ്രൂട്ടാണ്. കാരണം എന്ന് വെച്ചാൽ മറ്റേ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു തരം ഫ്രൂട്ടാണ്. അത് നമ്മുടെ ഇവിടെ നാട്ടിൽ നല്ല കാലാവസ്ഥയ്ക്ക് നല്ലപോലെ കഴിക്കും. അത്യാവശ്യം വലിയൊരു പ്ലാന്റ് കേട്ടോ. നമ്മുടെ തടി തന്നെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ്, നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതാണ് നമ്മുടെ ജാതി. ഇതും അത്യാവശ്യം നല്ലൊരു പ്ലാന്റാണ്. ഇതും നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നൊരു 10 തട്ടോളം വന്ന ഒരു പ്ലാന്റാണ് ജാതി. ഇതും ബഡാണ്, ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കും. അതും അത്യാവശ്യം നല്ല ഒരു ഗ്രോത്തായിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് നാംഡോക്ക് എന്ന് പറഞ്ഞ മാവാണ്. ഇതിൻ്റെ ഫ്രൂട്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നാംഡോക്ക് എന്ന് പറഞ്ഞൊരു മാവ് വലിയ ഗ്രോ ബാഗിനകത്താണ് വെച്ചേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല എന്നെക്കാളും നല്ല ഹൈറ്റുള്ളൊരു മാവ് തന്നെയാക്കി നാംഡോക്ക് എന്ന് പറഞ്ഞ ഈ ഒരു മാവ്. ഇതും അത്യാവശ്യം നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. വലിയ സ്ഥലമൊന്നും വേണ്ട ഇതൊന്നും വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇത് മേടിച്ചു. ഇത് നമ്മുടെ സ്വീറ്റ് അമ്പഴമാണ്. ഇത് ഒരു സെറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ സെറ്റ് പൂത്തു. 3-4 സെറ്റിങ് ഇരിക്കുന്നു, ചെറിയ പൂവായിട്ടിരിക്കുന്നുണ്ട്. ഇതും അത്യാവശ്യം നല്ലൊരു ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റാണ് ഇതും, നമ്മുടെ അമ്പഴം. പിന്നെ ഒരു 3-4 ശകലങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലൊരു പ്ലാന്റ്. ഇത് നമ്മുടെ ബെയർ ആപ്പിൾ ശരിക്കും പറഞ്ഞാൽ 2-3 വെറൈറ്റി ഉണ്ട്. ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതും റെഡ് ഷെയ്ഡ് വരുന്നത്. മറ്റേത് ഇപ്പോൾ അത്യാവശ്യം വലിയൊരു കായ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ സാധാ ഒരു ഗ്രീൻ കളറിലെ. ഇതാണ് കുറച്ചൊരു ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം ഗ്രീൻ കളറിലാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇതിനകത്ത് നല്ല ഫ്ലവറിങ് ഒക്കെ വന്ന ഒരു പ്ലാന്റാണ്.